സർ, മിഡിൽ ഈസ്റ്റിൽ നിന്നും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ബഹ്റൈൻ, ദുബായ് അത്തരം രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നത് വളരെ വളരെ അശാന്തിയോടുകൂടിയുള്ള ചില വാർത്തകളാണ്. പല കെട്ടിടങ്ങളിലും എന്തിനേറെ പറയുന്നു, ദുബായിയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ വരെ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നു. പലയിടങ്ങളിൽ നിന്നും പുക ഉയരുന്നത് കണ്ടുകൊണ്ട് DXB ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് അടച്ചിട്ടു, താൽക്കാലികമാണെങ്കിലും അടച്ചിട്ടു. ബുർജ് ഖലീഫയുടെ പിറകിൽ നിന്ന് പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഗൾഫ് മേഖലയിൽ നിന്ന് പുകകൾ ഉയരുന്നു. ആകെ പുകമയം എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അവിടെയുള്ള ആളുകളോട് പേടിക്കേണ്ട എന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഗൾഫ് മേഖല ഇന്ന് ഈ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി ഉണ്ടാവാൻ കാരണം അവർ തന്നെയല്ലേ എന്നതാണ് ചോദ്യം. കാരണം ഒരു കാലത്ത് അവർക്കാകുമായിരുന്ന ഒരു കാലത്ത് ഇറാനെതിരെ അല്ലെങ്കിൽ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഗൾഫ് മേഖലയ്ക്ക് ഉണ്ടാകുമായിരുന്നു. ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ അറ്റാക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മീഡിയ വളരെയധികം പെരുപ്പിച്ച് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് വേണം നമ്മൾ ഇതിനെ കാണുന്ന ഞാൻ പറയാം. കാരണം ഇപ്പൊ അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളും അല്ലാതെയുള്ള ആളുകളൊക്കെ ഈ വിഷയം സംബന്ധിച്ചിട്ട് നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, നമുക്ക് അറിയാൻ കഴിയുന്നു. അപ്പൊ അതിലെല്ലാം പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെയുള്ള അത്ര വലിയ സംഗതി അല്ല അവിടെ നടക്കുന്നത്. എന്നാൽ അവര് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വാർണിംഗ് കൊടുക്കുന്നു, ഇവാക്വേഷൻസ് നടത്തുന്നു, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു വ്യാപകമായ ഒരു അറ്റാക്ക് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് വാസ്തവവിരുദ്ധമാണ്. നമ്മുടെ ഇവിടുത്തെ മീഡിയ കുറച്ചധികം അത് എക്സാജറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ പറയാം. അതിലിപ്പോ നിങ്ങളും ഉൾപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ഉള്ളത് നമ്മൾ പറയണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഇനി ഈ ഒരു വിഷയം, ഈ മിഡിൽ ഈസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇറാൻ ഈ ഒരു അക്രമം അവിടെ നേരിട്ടു. അതിന് ശേഷം അവര് സത്യത്തിൽ ചെയ്ത എന്താണ്, അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ മുഴുവൻ മിഡിൽ ഈസ്റ്റിലേക്ക് ഡിറക്ട് ചെയ്യുമ്പോൾ അവര് പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ഇത് അമേരിക്കയുടെ ബേസുകളിലേക്ക് കൊടുക്കുന്നു, അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ബേസ് അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളിലുള്ള എത്ര അമേരിക്കൻ ബേസസ് ഈ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അത് എത്ര പേര് ചോദിക്കുന്നുണ്ട്? അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. അവർ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ ഈ കപ്പൽ മുഖേന അവർ പുതിയതായിട്ട് ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി അവരുടെ ഒരു ഒരുക്കം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട്. അതിൽ നിന്നാണ് പ്രധാനമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു വെച്ചത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്സുമാണ് അവരവിടെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.